ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് പുതിയതായി തുടങ്ങിയ യൂട്യൂബർമാർക്കുള്ളതാണ്. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അതിനായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ കഴിയണമെങ്കിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും എന്താവണം, എന്നാൽ മാത്രമേ മോണിറ്റൈസേഷൻ ആക്കാൻ കഴിയുള്ളൂ. നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. 1000 സബ്സ്ക്രൈബർ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്സ് ചെയ്താൽ മതി. ഷോർട്സ് ചെയ്താൽ 1000 സബ്സ്ക്രൈബറിന് കിട്ടാം. കാരണം മാക്സിമം നമ്മൾ എന്താ കാട്ടും, നമ്മൾ ട്രെൻഡിങ് ഉള്ള സോങ്സ് അതുപോലത്തെ കാര്യങ്ങൾ കൊളാബ് ചെയ്തിട്ട് അതിൻ്റെ ആ സോങ്സ് എടുത്തിട്ട് നമ്മളതിൽ തന്നെ യൂട്യൂബിലും ചെയ്യുക, കോപ്പറേറ്റ് ഇല്ലാതെ. അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് സോങ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാട്ടണം, ആ സോങ് സേവ് ചെയ്യുക. അതിൽ അടിയിൽ ഓപ്ഷൻസ് ഉണ്ടാവും, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അത് സേവ് ചെയ്തതിന് ശേഷം യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ചാനൽ അതിൽ ഓപ്പൺ ചെയ്താൽ അതിൽ ഷോർട്സ് എന്ന് കാണാം. ആ ഷോർട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മ്യൂസിക് മേലെ കാണിക്കും, മ്യൂസിക് കൊളാബിൽ മ്യൂസിക് കാണിക്കും. ആ മ്യൂസിക്കിൽ നമ്മൾ സേവ് ചെയ്ത സെക്ഷൻ ഉണ്ടാവും. ആ സേവ് ചെയ്ത സെക്ഷനിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ സേവ് ചെയ്തത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ചെയ്ത വീഡിയോസിന് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് കൊളാബ് ചെയ്യാം, നല്ല ട്രെൻഡിങ് ആയ മ്യൂസിക് എടുത്തിട്ട്. ഇനി 4000 വാച്ച് അവർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്തായാലും ലെങ്ത് ഉള്ള വീഡിയോസ് ചെയ്തേ മതിയാവൂ. കാരണം വെച്ചാൽ 4000 വാച്ച് അവർ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോസിൽ മാത്രമേ വാച്ച് അവർ കിട്ടുള്ളൂ. നമ്മൾ ഏർണിങ്സിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം, അടിയിൽ കാണിക്കും. അതിൽ കുറച്ച് നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ആക്കിയാൽ കാണിക്കുന്നതിനെക്കാട്ടും കുറവായിരിക്കും ഏർണിങ്സിൽ ഉണ്ടാവുക. കാരണം നമ്മൾ അതിൻ്റെ വീഡിയോസ് എത്രയാണോ ചെയ്യുന്നത് ആ വീഡിയോസിൻ്റെ വാച്ച് അവർ ആണ് ഇതിൽ വരുള്ളൂ. നമ്മൾ മോണിറ്റൈസേഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളാകണം. അത് മാക്സിമം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. വീഡിയോസ് നമുക്ക് വൈറലാക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ വാച്ച് അവർ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ തന്നെ മാക്സിമം ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു വട്ടം കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോസ് കാണണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും മെനക്കെട്ട് കണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചിലരെന്ത് ചെയ്യും, ആ വീഡിയോസ് എങ്ങനെയെങ്കിലും അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. കാരണം അതിന് നല്ലൊരു തംബ്നെയിൽ കൊടുക്കാൻ ശ്രമിക്കുക, അതിന് നല്ലൊരു ക്ലിയർ ഉള്ള ഒരു മൊബൈൽ ഉപയോഗിക്കുക, നല്ലൊരു എഡിറ്റിങ് സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്യുക, സമയം എടുത്ത് ചെയ്യുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ കോമഡിയാണ് ചെയ്യുന്നവർ അവർ മാക്സിമം കോമഡിയാണ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന സംസാരത്തിന് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യണ വീഡിയോസ് ഒരിക്കലും മടുക്കരുത്. മനസ്സിലായില്ലേ? മടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം വെഴുകും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ചെയ്യുമ്പോൾ ആരും കാണാണ്ടാവില്ല. കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കണം. വീഡിയോസ് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, ഏതെങ്കിലും ഒരു വീഡിയോസ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എല്ലാ വീഡിയോസും പിന്നെ അങ്ങനെ കയറിപ്പോയിക്കോളും. അപ്പോൾ മാക്സിമം എല്ലാവരും അത് ശ്രദ്ധിക്കുക. നമ്മൾ പുതിയ യൂട്യൂബർമാർ എന്താ കാട്ടിൽ, ഒരു വീഡിയോ ആരും കാണുന്നില്ല, ആരും 10, 20, 30, 50 വരെ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും, പിന്നെ നോക്കൂല. പിന്നെ അത് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ അടിച്ചെടുക്കും. ഒരിക്കലും ചെയ്ത് അത് അവിടെ എടുക്കട്ടെ, അടുത്ത വീഡിയോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെയ്യുമ്പോൾ എന്താട്ടും, ഓരോന്നിങ്ങനെ ചെയ്യുമ്പോൾ അവങ്ങനെ വന്ന് കയറി പോയിക്കൊണ്ടിരിക്കും. ടൈം എടുക്കും, പക്ഷെ ഒരിക്കലും നിരാശപ്പെടരുത്. വിജയം ഉറപ്പായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക. തീർച്ചയായിട്ടും രക്ഷപ്പെടും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം. പക്ഷേ നോട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോസ് മാത്രം കൊടുക്കുക. കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് അപ്ലോഡ് ചെയ്യാനും YT സ്റ്റുഡിയോ വഴി നമുക്ക് ചെയ്യാൻ കഴിയും. അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആക്കിയിട്ട് കൊടുക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ. ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ യൂട്യൂബ് എന്ന് കാണാം. ആ യൂട്യൂബ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ പ്രൊഫൈൽ കാണാൻ കഴിയും.
ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സ് ചാനൽ എന്ന് കാണാം. ആ കസ്റ്റമേഴ്സ് ചാനലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് താഴോട്ട് വന്നാൽ അവിടെ മ്യൂസിക്കിൻ്റെ ഒരു ചിഹ്നം കാണിക്കും. ആ കാണിക്കുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അതിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന സോങ്സ് അതിൽ കാണിക്കും. അതിൽ നമ്മൾ ഏതെങ്കിലും സോങ്സ് ഇഷ്ടപ്പെട്ടാൽ ആ സോങ് നമ്മൾ നേരെ പോയി ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കൊടുക്കാൻ കഴിയും. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഒരുപാട് സോങ്സ് അവർ ആ ആപ്ലിക്കേഷനിൽ കാണിക്കും. അത് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുക്കുന്നതെങ്കിലും അത് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എഡിറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. യൂട്യൂബ് തന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്സ് നമുക്ക് തരുമ്പോൾ നമ്മൾ എന്തിനാ വേറെ ആവശ്യമില്ലാത്ത സോങ് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മാക്സിമം ചോദിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ് ഒരുപാട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അത് കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും കോപ്പിറൈറ്റ് ഇല്ലാത്തത് ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ റിപ്പീറ്റഡ് കണ്ടന്റ് ഒരിക്കലും ചെയ്യരുത്. ഒരേ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക. നമ്മളൊരു ദിവസം വീഡിയോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈമർ വെച്ച് കണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡിൽ അനലൈസ് ചെയ്തിട്ട് ഒക്കെ എണ്ണാണെങ്കിൽ നമുക്ക് അതിൽ ടൈമർ വെച്ച് കണ്ട് ഇത്ര സമയത്ത് അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന വീഡിയോസും ആ ടൈമിങ്ങിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്കായിട്ട് അടുത്ത നല്ലൊരു വീഡിയോ കാണും വരെ വണക്കം.